നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീ സീസണിൽ റയൽ മാഡ്രിഡ് ഇന്നലെ ഡിപ്പോർട്ടിവോ ലാ കറൂണയ്ക്കെതിരെ കളിച്ചു ജയിച്ചു. ടെരേസ ഹെരേര ട്രോഫി സ്വന്തമാക്കി. ടെരേസ ഹെരേര ട്രോഫിയുടെ ചരിത്രത്തിലെ 10ാമത്തെ കിരീടമാണ്. 10ാം തവണയാണ് റയൽ അത് നേടുന്നത്. ഈ ട്രോഫിയെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞതുകൊണ്ട് വീണ്ടും ഞാനതിലേക്ക് പോകുന്നില്ല. ഏതായാലും പ്രീ സീസൺ ഫ്രണ്ട്ലിയാണ്. കളിയെ ഹോസെ മൊറീഞ്ഞോ വിലയിരുത്തുന്നുണ്ട്. കളി ഏകപക്ഷീയമായ ഒറ്റ ഗോളിനാണ് ഡിപ്പോർട്ടിവോ ലാ കറൂണയോട് ജയിച്ചു കയറുന്നത്. അപ്പോൾ എന്തു പറ്റി, റയലിൻ്റെ പ്രകടനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ് മൊറീഞ്ഞോ കളിക്ക് ശേഷം അദ്ദേഹം വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇതിനെ ഒരു നല്ല ട്രെയിനിങ് മാച്ചായിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഐ ഡോണ്ട് വാണ്ട് ടു ഗിവ് ടു മെനി മിനിറ്റ്സ് ടു ദി സെയിം പ്ലേയേഴ്സ്, അതുകൂടി ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് ഞാൻ ടീമിനെ ഇറക്കിയത്. ഞങ്ങളിവിടെ വന്നത് ജയിക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടി മാത്രമല്ല. അതായത് ഞങ്ങൾ ശരിയാണ് വിജയിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ മോർ ദാൻ ദാറ്റ് ഞങ്ങൾ ഒരു പരിശീലനം, ഹാർഡ് വർക്ക്, താരങ്ങൾക്ക് മിനിറ്റ് കൊടുക്കുക, അതുപോലെ റൺ എക്സ്പീരിമെൻറ്റ്സ് നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണ്. വിജയം മാത്രമായിരുന്നില്ല ലക്ഷ്യം. വിജയിച്ചു, അതിൽ സന്തോഷം. ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഈ കളിയിലുണ്ട്. ടീം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് 5 പ്ലെയേഴ്സെങ്കിലും വാൾഡബാസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോടൊപ്പം ഈ കളിക്ക് വന്നിട്ടില്ല. അവരെല്ലാം അടുത്ത കളിയാകുമ്പോഴേക്കും കൃത്യമായിട്ട് ഫിറ്റാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ എടുക്കേണ്ടത്. തീർച്ചയായിട്ടും നെക്സ്റ്റ് വീക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല രൂപത്തിലുള്ള ഹാർഡ് വർക്കിലേക്ക് കടക്കും എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ലീഗിൽ തന്നെ ഇങ്ങനെയുള്ള കുറേ മത്സരങ്ങൾ വരാം, പ്രത്യേകിച്ച് എവേ മത്സരങ്ങൾ. അവിടെ നമുക്ക് വളരെ പെട്ടെന്നൊരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ വിജയിക്കുമ്പോൾ 1-0 വിജയിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ കളി ജയിച്ച പോലെ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലീഗിൽ. അപ്പോൾ അതുകൊണ്ടൊരു ബിഗ് മാർജിൻ എന്നുള്ളത് നോക്കേണ്ടതില്ല. തീർച്ചയായിട്ടും ടീം ഇവോൾവ് ചെയ്ത് വരികയാണ്. ലാ ലീഗ തുടങ്ങുമ്പോഴേക്കും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് തന്നെ കോച്ച് ഹോസെ മൊറീഞ്ഞോ പറഞ്ഞത്. അതാണ് മൊറീഞ്ഞോയുടെ ഒരു വിലയിരുത്തൽ. ഇപ്പോൾ ചിലരെങ്കിലും അത്ര മികച്ച പ്രകടനമല്ല ഡിപ്പോർട്ടിവോ ലാ കറൂണയെ പോലൊരു ടീമിനോട് റയൽ മാഡ്രിഡ് നടത്തിയത് എന്നുള്ള വിലയിരുത്തലുകളിലേക്ക് പോകുന്നുണ്ട്. അതിനുള്ള മറുപടിയാണ് കോച്ച് കൃത്യമായിട്ട് പറഞ്ഞത്. ഇവിടെ വന്നിട്ട് വലിയൊരു ജയം നേടിയിട്ട് അതല്ലായിരുന്നു ലക്ഷ്യം, മറിച്ച് കൂടുതൽ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുക, ഒരു പ്രാക്ടീസ് മാച്ച് എന്ന രൂപത്തിലേക്ക് കണ്ടിട്ടുള്ളൂ എന്ന് തന്നെ കോച്ച് പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.